നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് സിമ്പിൾ സാരിയാണ് കാണിക്കുന്നത്. ഡെയിലി വെയറാണ്. ഡെയിലി വെയറായിട്ടോ വില കേൾക്കുമ്പോൾ നിങ്ങളോർക്കും ഡെയിലി വെയർ ആയിട്ട് ഉടുക്കാൻ പറ്റുമോയെന്ന് ഓർക്കും. പക്ഷേ ഡെയിലി വെയർ ആയിട്ട് ഉടുക്കാം. ഇനി കുറച്ച് ഡെയിലി വെയർ ആയിട്ട് ഉടുത്തിട്ട് പറ്റുന്നില്ലെങ്കിൽ വീട്ടിലെടുത്തോ, അത്രയ്ക്കുള്ള വിലയേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ വരാൻ പോകുന്ന അല്ലെങ്കിൽ വന്നു കഴിഞ്ഞ കാലാവസ്ഥയ്ക്ക് മഴക്കാലം, ഇനിയിപ്പോൾ അവൻ്റെ കാലമല്ലേ എന്ന് പറഞ്ഞ പോലെ ആ കാലത്തിന് അനുയോജ്യമായിട്ടുള്ള സാരിയാണ്. വളരെ റേറ്റ് കുറഞ്ഞ, എന്നാൽ റേറ്റിനെ കഴിഞ്ഞും റേറ്റിന് വെച്ച് നോക്കുമ്പം അതിലും കൂടുതൽ പകിട്ടുള്ള സാരി. മുന്താണിയാണോ? ഒരെണ്ണം അഴിക്കട്ടെ, നല്ല ശരിയാവുള്ളൂ. ഇതാണ് ആദ്യത്തെ സാരി. ഇത് നമ്മുടെ ഷിഫോൺ മെറ്റീരിയലാണ്. പിന്നെ പക്ഷേ നല്ലൊരു ചുങ്കടി പ്രിൻറ്റും അതിൻ്റെ ബോർഡറും എല്ലാം കൊണ്ട് നല്ല ഭംഗിയുള്ള സാരി. വില വെറും 370 രൂപയേ ഉള്ളൂ. വില വെച്ച് നോക്കുമ്പോൾ ഒത്തിരി നല്ല സാരി, ഒത്തിരി എന്ന് പറഞ്ഞാൽ ഒത്തിരി നല്ല സാരിയാണ്. നമുക്ക് എന്ത് നേരം അത് കാണിക്കാൻ തുടങ്ങിയിട്ടല്ലേ. ഇതാണ് മുന്താണി, കണ്ടോ? മുന്താണി ഇങ്ങനെ, സാരി ഇങ്ങനെ. ഇതിപ്പോൾ വന്നിട്ട് നല്ല ഡാർക്ക് മെറൂൺ കളർ. ഇതിൻ്റെ 6 ഷെയ്ഡാന്ന് തോന്നുന്നുള്ളത്, 6 കളറാന്ന് തോന്നുന്നുള്ളത്. ഡിസൈൻ എല്ലാം സെയിം, ഒരുമാതിരി ചുങ്കടി പ്രിൻ്റ് പോലെ വരുന്ന ഡിസൈന്. ബ്ലൗസ് ഉണ്ടോ? ബ്ലൗസ് ഇത് പ്ലെയിന്. എന്നത് എനിക്ക് ആക്ഷൻ കിങ് അല്ല, ക്യൂന്. സാരി മുന്താണി ഇങ്ങനെ, ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല. ഇതാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി എന്ന് പറയുന്നത്. ഇതാണ് ഒഴുക്കൻ സാരിയാണ്. ഒഴുക്കൻ എന്ന് പറഞ്ഞാൽ പക്ഷേ അങ്ങ് ഭയങ്കര ബ്ലോഗൊന്നും ചാടിപ്പോകത്തില്ല കേട്ടോ. ഇത് അത്യാവശ്യം ശരീരത്തിൽ പിടിച്ച് കിടക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഷിഫോണാണ്. ഇച്ചിരി ശരീരത്തേക്ക് പറ്റി കിടക്കുന്ന ഒരു ഇച്ചിരി പിരിവിരിപ്പ്, മീൻസ് സ്ക്രേപ്പിൻ്റെ ഒരു അങ്ങനെ പറയുന്നില്ല, ക്രേപ്പിൻ്റെ പോലെ, അതായത് ഇങ്ങനെ ഊർന്നങ്ങ് പോകത്തില്ല, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ. ഇതങ്ങനെ അല്ല. ഇതാണ് സാരി, ഒന്നുമില്ല, സിമ്പിൾ സാരി. പ്ലെയിൻ മെറൂൺ കളറ് ബ്ലൗസ്. അതിൻ്റെ അടുത്ത കളറ് എന്നോട് പറഞ്ഞത് ബ്ലൗസ് ഉണ്ടെന്ന് ഞാൻ കണ്ടായിരുന്നു. ബ്ലൗസ് ഉണ്ടെന്ന് ഞാൻ ഇതൊക്കെ പരിശോധിച്ച് വെച്ചിട്ടല്ലേ ഇവിടെ വന്ന് നിൽക്കുന്നേ. അപ്പോഴേക്കും പിണുങ്ങിയോ? ഇത് പിന്നെയും തുടങ്ങി. ഒന്നുമില്ല, റെഡിഷ് മെറൂൺ ഉണ്ടോ? മുന്താണി വന്നിട്ട് ഇങ്ങനെ. അടുത്ത കളറ് റെഡിഷ് മെറൂൺ, നല്ല കളർ, അല്ലെങ്കിൽ ഡാർക്ക് ചില്ലി റെഡിൻ്റെ ഒക്കെ കളറ്. നേവി ബ്ലൂ. ഇതാണ് ഞാൻ എടുത്ത് പരിശോധിച്ചതിൻ്റെ അടയാളം. ഈ സാരിയാണ് ഞാൻ എടുത്ത് പരിശോധിച്ചത്. ബ്ലൗസ് ഉണ്ടോ, മുന്താണി എങ്ങനെയാണ്, എല്ലാം ഞാൻ കണ്ടായിരുന്നു. ഇവരോർത്ത് ഞാനിതൊന്നും കണ്ടിട്ടില്ല. ഞാൻ എല്ലാം കണ്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത്. എല്ലാം അറിയുന്നവൻ ശംഭു മഹാദേവൻ. അയ്യോ, ലാലേട്ടൻ്റെ ബർത്ത്ഡേ അല്ലേ ഇന്ന്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടാ. എനിക്ക് എന്നെ ഇഷ്ടമെന്നറിയോ? എല്ലാവർക്കും ഇഷ്ടമായിരിക്കും, എനിക്ക് മാത്രമല്ല അല്ലേ. നേവി ബ്ലൂ. മുന്താണി ഇങ്ങനെ. പ്ലെയിൻ ബ്ലൗസ് എല്ലാം പ്ലെയിൻ ആട്ടോ. ബ്ലൗസ് പ്ലെയിൻ. ഏത് കളർ വരും ചോദിച്ചാൽ ബോഡിക്ക് വരുന്ന കളർ, അതാണ് ബ്ലൗസിൻ്റെ കളർ. ഇതിന് റിട്ടേണും എക്സ്ചേഞ്ച് റീഫണ്ട് ഒന്നുമില്ല കേട്ടോ. അതിൻ്റെ വില വെച്ചുകൊണ്ടാണ് ഇല്ലാത്തത്. ഒരു സംഭവങ്ങളും ഇല്ല. അതുള്ള വേണ്ടവർ വാങ്ങിച്ചാൽ വന്നല്ല, അത് മനസ്സിലാക്കി വാങ്ങിക്കാവുള്ളൂ. കാരണം ഇത് നമ്മൾ ഈ മഴക്കാല സാരികളായിട്ട് ഇങ്ങനെ ഇറക്കിയേക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ലെന്നല്ല, വേറൊരു ഇതുമില്ല. ഇത് ബോഡി, ബ്ലൗസ് ഇത്, മുന്താണി വന്നിട്ട് മുമ്പേ കാണിച്ചത് തന്നെ. മുന്താണി ഇങ്ങനെ കണ്ടോ. ഇത് അതെന്നാ കളറായിരുന്നു? കോഫി ബ്രൗൺ. ഇത് ബോട്ടിൽ ഗ്രീൻ. നല്ല കളറല്ല, എല്ലാം നല്ല ഡാർക്ക് കളേഴ്സാണ്. അതുകൊണ്ട് നല്ലതാണ്, നമുക്ക് ഡെയിലി ഉടുക്കാനും നല്ലതാണ്. പുറത്തൊക്കെ ചുമ്മാ പോകുമ്പോഴൊക്കെ എടുത്തുകൊടുക്കാനും നല്ല. എന്നാൽ അതിനൊരു നല്ല ലുക്ക് തരും. ആ ഒരു ചുങ്കടി പ്രിൻറ്റിന് ഭയങ്കര ഭംഗി. അത് മടക്കി വെച്ചേക്കുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഐശ്വര്യം. ഇനി വേറൊരു ടൈപ്പ് സാരി. വേറൊരു ടൈപ്പല്ല, സെയിം തന്നെ, എല്ലാം സ്റ്റഫ് കാര്യങ്ങൾ എല്ലാം അതുപോലെ തന്നെ, ഡിസൈൻ മാത്രം വ്യത്യാസം. ഇതുപോലെ തന്നെ ശരീരത്തേക്ക് നല്ല ഒട്ടിക്കിടക്കുന്ന ഡിസൈനുള്ള സാരി. ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരും. പിന്നെ മുന്താണി വന്നിട്ടിങ്ങനെ
ബ്ലൗസ് ഇത് ഈ കളർ പ്ലെയിന്. ബ്ലൗസ് വരുമ്പോൾ കുറച്ചും കൂടി നല്ല ഡാർക്കാണ്. അതായത് ഈ ബോഡിയെ വന്നേക്കുന്ന ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അത് നല്ല ഡാർക്കാണ്. ഈ ബോർഡറിനെ കഴിഞ്ഞും ഈ ബോഡിയെ വന്നേക്കുന്ന ഡിസൈൻ നല്ല ഡാർക്കാണ്. അപ്പം ബ്ലൗസും ആ ഒരു ഡാർക്കാണ്. നല്ല ഭംഗിയായിരിക്കും ആ ബ്ലൗസ് ഇവിടെ വരുമ്പം. എന്നാ പറയുന്നത്, സിമ്പിൾ സാരിയാണ്, പക്ഷേ നല്ലൊരു ലുക്കൊക്കെ ഉള്ള സാരി. ഞാൻ അതിൻ്റെ വേറെ ഡിസൈൻ കാണിക്കാവേ. ഇത് ഇപ്പം ചെറിയ പ്രായത്തിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതിപ്പം നമ്മൾ പണ്ടൊരു സിനിമയിലായിരുന്നു പ്രാഞ്ചിയേട്ടൻ, ആ സിനിമയ്ക്കകത്ത് പ്രിയാമണി ഉടുക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്നത് എന്നാണെന്നറിയോ, ചുമ്മാ സിമ്പിൾ സാരീസാണ്, ഇതുപോലത്തെ ചുമ്മാ സിമ്പിൾ സാരീസാണ്. നല്ല പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് നല്ല ഒരു പേളുമാലയൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു ലുക്കാണ്. പ്രായം കുറഞ്ഞവർക്കാണേലും ചെറിയ പ്രായത്തിലുള്ളത് എന്ന് വെച്ചാൽ നമ്മളിങ്ങനത്തെ ഈ ഷിഫോൺ സാരി എന്ന് പറയുമ്പോൾ ഇച്ചിരി അമ്മമാർ ആ ഒരു ഇതിലൊക്കെ ഉടുക്കുന്നവരാണെന്നുള്ളൊരു എന്തോ ഒരു വിചാരം ഉണ്ടോ, എല്ലാവർക്കും ഉണ്ടോ? എനിക്കുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് വയലറ്റ് പോലത്തെ ഒരു മുന്താണി, ബ്ലൗസ് ഇത്. ഞാൻ എന്തിനാ ചിരിച്ചാന്നറിയോ, ഈ വീഡിയോ ഇടയ്ക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പം അല്ലേ ഒന്നുമില്ല, ഞാൻ എന്തിനാ ഇതെല്ലാം വിളിച്ചു പറയുന്നത്. വള ഊരി വെച്ചു. എനിക്ക് ചില സമയത്ത് അങ്ങനത്തെ ഓരോ കേടൊക്കെ ഉണ്ട്. വളയും മാലയല്ലോ അപ്പോൾ ഊരിയൊക്കെ കളയും. കടയിരിക്കുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ഇത് ബ്ലൂവിൻ്റെ ഒരു ഷെയ്ഡ്. ഇങ്ങനെ ബ്ലൗസ് വന്നിട്ട് ഇത് ടീൽ ബ്ലൂവിൻ്റെ ഷെയ്ഡാണ്. ടീൽ ബ്ലൂ ആണ് അതിനകത്ത് കൂടുതൽ എടുത്ത് നിൽക്കുന്നത്. നല്ല സുഖം കേട്ടോ. വേറെ അതിനകത്ത് ഒരു വലിയൊരു ഞാൻ കണ്ടേക്കുന്ന ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് നല്ല സുഖമാണ്. ബോഡിക്ക് നല്ലൊരു എന്താ പറയുന്നത്, ഒരു തണുപ്പ് ഫീൽ തോന്നുന്നുണ്ട് എനിക്ക്. ഉണ്ടോ, ഇതിപ്പോൾ വന്നിട്ട് തവിട്ട കളറാണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ബാക്കി ഡിസൈൻസ് ഇങ്ങനെ. ബ്ലൗസ് ഇത് ആ തവിട്ട കളർ തന്നെ, ഡാർക്കാണേ. ഇതേ കൂടെ ബ്ലൗസേ കൂടെ ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട് കേട്ടോ. അയ്യോ ഇല്ല, ബ്ലൗസ് അതല്ല, അത് മുന്താണിയാണ്. ബ്ലൗസ് ഡാർക്കാണ്. ഇതാ ബ്ലൗസ്. സോറി. ഇനി കാണിക്കാൻ പോകുന്ന സാരി ഏതാണെന്ന് ചോദിച്ചാൽ ആ ബ്ലാക്ക് കാണിച്ചാൽ ബ്ലാക്ക്. ഇതെല്ലാം ഈ ടൈപ്പ് സാരി കേട്ടോ. ഇതിപ്പം നമ്മുടെ വൈറ്റ് ബ്ലൗസ് ഇല്ലേ, വൈറ്റ് ബ്ലൗസ് വലിയ ഹിറ്റാണല്ലോ ഇപ്പം. ബ്ലാക്ക് ബ്ലൗസ് ഇടാതെ വൈറ്റ് ബ്ലൗസ് ഇട്ടിട്ട് ഇതൊന്ന് ഉടുത്ത് നോക്കി, ഭയങ്കര അടിപൊളിയായിരിക്കും. ഇങ്ങനെ ലൈൻസേ ഉള്ളൂ, സിമ്പിളാണ്, പക്ഷേ നല്ല ഭംഗിയായിരിക്കും. പിന്നെ ഇതൊക്കെ വെച്ച് ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ അല്ലേ, ഇങ്ങനത്തെയൊക്കെ വെച്ചിട്ട് നല്ല കുർത്തിയൊക്കെ അടിക്കുവാണെങ്കിലും നല്ല അംബ്രല സ്കേർട്ടോ അങ്ങനെയൊക്കെ അടിക്കുവാണെങ്കിലും നല്ല. ഇതെല്ലാം അതിന് റേറ്റ് സെയിം റേറ്റാ. ബ്ലാക്കിന് വേറെ റേറ്റാണോ? സെയിം റേറ്റാണ്, 490. ആ ഇനി ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ സാരിയില്ലേ, ഞാൻ തന്നെ കാണിച്ചിട്ടുള്ള ഇഷ്ടം പോലെ നമ്മുടെ ക്രേപ്പ് ജോർജറ്റ് സാരിയില്ലേ, ക്രേപ്പ് ജോർജറ്റ് സാരിയും സാരിയുടെ ഡിസൈൻസും ഒക്കെ എല്ലാവർക്കും എല്ലാവർക്കും അല്ല, സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ കണ്ടിട്ട് കാണുമല്ലോ. അല്ലെ തന്നെ ക്രേപ്പ് ജോർജറ്റ് ഞാൻ കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഞാൻ പറയാൻ പോകുന്നത് ക്രേപ്പ് ജോർജറ്റിന് 1700 ഒക്കെ ഏകദേശം ആ റേറ്റൊക്കെയാണ്. നല്ല പ്യുവർ ക്രേപ്പ് 1400 തൊട്ടുള്ളത് ഇറങ്ങുന്നുണ്ട്. പക്ഷേ നല്ല പ്യുവറായിട്ടുള്ള ക്രേപ്പ് ജോർജറ്റിന് അല്ലെങ്കിൽ വിസ്കോസ് ജോർജറ്റിന് 1700 ആ ഒരു റേറ്റാണ്. അയ്യോ അത് കൂടെ ഒരു സാരിയും കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ അത് കാണിച്ചിട്ട് കാണിക്കായിരുന്നു. ഒരു സാരി ഉണ്ടായിരുന്നു വേറെ, മറ്റേതിൻ്റെ കാണിക്കാവേ. അപ്പോൾ അതിൻ്റെ കോപ്പി അതിൻ്റെ 1/3 പ്രൈസേ ഉള്ളൂ. പക്ഷേ അതുമായിട്ട് കമ്പാരിസൺ നടത്തുന്നതെന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി അത്രയും ഇതായിട്ടുള്ള സ്റ്റഫല്ല. സ്റ്റഫിനകത്ത് ഒരിച്ചിരി വ്യത്യാസമുണ്ട്, പക്ഷേ നല്ല സിമിലാരിറ്റിയാണ് ആ സാരിയായിട്ട്. ആ സാരി വാങ്ങിച്ചിട്ടുള്ള ധാരാളം ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ധാരാളം പേരുണ്ട് എന്ന് എനിക്കറിയാം. അപ്പം പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ട് വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതാ ഇപ്പോൾ വാങ്ങിച്ചോളൂ. നല്ല സാരിയാണ്. ക്രേപ്പ് ജോർജറ്റിനെ പറ്റി ഞാൻ പറഞ്ഞാൽ ഈ വിസ്കോസ് ജോർജറ്റ് അല്ലെങ്കിൽ ക്രേപ്പ് ജോർജറ്റ് എന്ന് പറഞ്ഞാൽ ജോർജറ്റിൻ്റെ ഏറ്റവും ക്വാളിറ്റിയുള്ള സംഭവമാണ് ഈ സാധനം. അപ്പം അതിന് റേറ്റ് ഉണ്ട്, നല്ല റേറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു വലിയൊരു ഇതെന്ന് വെച്ചാൽ ഇതിന് ബ്ലൗസ് വരുന്നത് ഇതാണ്. അത് പറഞ്ഞിട്ടാക്കാതെ പറയാം. ഇതാണ് ബ്ലൗസ്. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കളേഴ്സ് എല്ലാം നല്ല ഡീപ്പ് ഡൈയിങ്, അത് ഭയങ്കര ഭംഗിയാണ്. പിന്നെ സ്റ്റഫ് നല്ല ശരീരത്തോട് ഒട്ടി കിടക്കുന്ന സ്റ്റഫും കൂടി ആകുമ്പോൾ പറയാൻ വേണ്ട എന്ന് പറഞ്ഞ പോലെയാണ് ഇതും അങ്ങനെ തന്നെയുള്ള ഒരു സംഭവം. അതിൻ്റെ കുറേ ഡിസൈൻ താഴെ പോയി
കുറേ ഡിസൈൻസും ഉണ്ട്, കുറേ കളേഴ്സും ഉണ്ട്. ഡിസൈൻ ഇത് തന്നെ കളറുകൾ പല കളറിൽ പല ഡിസൈൻസ്, അങ്ങനെയല്ലേ പറയണ്ടേ. മെറൂൺ ഉണ്ടോ, ഈ ഒരു ഡിസൈൻ, ഇങ്ങനൊരു സ്റ്റാറിൻ്റെ ഡിസൈനിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ ഈ ഡിസൈനിൽ കിട്ടിയില്ലെങ്കിൽ അടുത്ത 2 ഡിസൈനും കൂടെ ഉണ്ട്, അതിനകത്തുണ്ടെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ അതിനകത്തും ഇല്ലെങ്കിൽ വേറൊരു ഡിസൈൻ, വേറൊരു കളർ എടുക്കുക. ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് നല്ല നമുക്ക് എന്ത് റഫ്യൂസ് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ക്രേപ്പ് ജോർജറ്റ് നമുക്ക് അങ്ങനെ റഫ്യൂസ് ചെയ്യത്തില്ലായിരുന്നു, അത് ഉറപ്പായിട്ടും ഡ്രൈ വാഷേ പറ്റത്തുള്ളായിരുന്നു. ഇത് ഡ്രൈ വാഷ് ഒന്നും വേണ്ട, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പർപ്പിൾ, ഡാർക്ക് പർപ്പിൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത്ര വിലയേ ഉള്ളൂ താനും, അത് ഉടുക്കുന്ന ആ ഒരു നല്ലൊരു ഇത് കിട്ടുകയും ചെയ്യും. ബോട്ടിൽ ഗ്രീൻ, മുന്താണി എല്ലാത്തിനും സെയിം ആണ്, അതുകൊണ്ടാണ് ഓരോന്നിൻ്റെയും പെറുക്കി കാണിക്കാത്തത്. ബ്ലൗസ് ഇങ്ങനെ ഡോട്ട് വന്നിട്ടുള്ള ബ്ലൗസ്. ഇനി അതിൻ്റെ തന്നെ സെയിം എല്ലാം, ഡിസൈൻ മാത്രം വ്യത്യാസം. അവിടത്തേലൊരു പൂ പോലെ ആയിരുന്നെങ്കിൽ ഇത്തേലൊരു ലീഫ് പോലെയാണ്. ബാക്കി ബ്ലൗസൊക്കെ സെയിം. ഇതുണ്ട് ബ്ലൗസ്, ഇത് ഈ ബോഡിയിലത്തെ ഡിസൈനും ബോർഡറിൻ്റെ ഡിസൈനും മാത്രം വ്യത്യാസം. ഇത്തേലിങ്ങനെ ഒരു ലീഫ് അതിൻ്റെ ഡിസൈനാണ്, നേവി ബ്ലൂ ഷെയ്ഡേ. അതിന് റെഡിഷ് മെറൂൺ ഇല്ലായിരുന്നു, ഇതിന് റെഡിഷ് മെറൂൺ ഉണ്ട്. ഓരോ കളർ ചാർട്ട് ഇപ്പോൾ ഒരു കെട്ടായിട്ട് വരുമ്പോഴേ അതിനകത്ത് ഓരോ കളർ ചാർട്ടാണ് ഉള്ളത്. ഡിസൈൻ ഇങ്ങനെ എല്ലാത്തിൻ്റെയും കോപ്പി ഇറങ്ങുന്നത് അല്ലേ, ഒരു കണക്കിന് നല്ലതാണ്. സത്യം പറഞ്ഞാൽ നല്ലതാണ്. ഇപ്പോൾ എല്ലാവർക്കും ഭയങ്കര ക്യാഷ് മുടക്കി അങ്ങനെ മേടിക്കാൻ പറ്റത്തില്ലാത്തവരുണ്ടല്ലോ. പക്ഷേ ആ ചില സാരികൾ കാണുമ്പോൾ നമ്മൾ ആഗ്രഹിക്കത്തില്ല, ഈശോ എനിക്ക് സാരി വേണമായിരുന്നു. പൈസയുടെ എന്തെങ്കിലും മുടക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടോ പൈസ ഇല്ലാത്തതുകൊണ്ടോ ഒക്കെ നമുക്കത് വാങ്ങിക്കാൻ പറ്റാത്തവർക്ക് വാങ്ങിക്കാമല്ലോ. സത്യം പറഞ്ഞാൽ ഒറിജിനൽ മാറി നിൽക്കുന്ന രീതിക്ക് കോപ്പി ഇറങ്ങുന്നത്. ഞാൻ അതിനകത്ത് കുറ്റം പറയരുത്, കോപ്പി അടിക്കുന്നത് തെറ്റാന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കാര്യത്തിൽ മാത്രം ഞാൻ കുറ്റം പറയരുത്. എല്ലാവർക്കും എല്ലാം കൊടുക്കാനൊക്കെ പറ്റണമെന്നേ, നമുക്കൊരു ജീവിതമല്ലേ ഉള്ളൂ അല്ലേ. പർപ്പിളിൻ്റെ വേറൊരു ഡിസൈൻ, അതിൻ്റെ സെയിം ഡിസൈൻ വേറെ. ബോട്ടിൽ ഗ്രീൻ, ഇനി അത് കാണിക്കണോ? സെയിം ഡിസൈൻ മാത്രം വ്യത്യാസം. ബോട്ടിൽ ഗ്രീൻ ഞാനിങ്ങനെ കാണിച്ചേക്കാം, സ്ക്രീൻഷോട്ട് എടുക്കാൻ അല്ലെങ്കിൽ ഒരുപാട് വരണ്ട. ഇനി വേറൊരു ഡിസൈൻ, 3 കളറേ ഉള്ളൂ ഇതിന്. എന്താ സൂക്ഷിച്ച് നോക്കിയാലേ ഇതിൻ്റെ ഡിസൈനിലുള്ള വ്യത്യാസം പോലും അറിയത്തുള്ളൂ. ബ്ലൗസൊക്കെ സെയിം തന്നെ കേട്ടോ. ഇത് ഇങ്ങനൊരു ഡിസൈൻ, ഇതിനൊക്കെ എന്നാന്നാ പറയുന്നത്? നമുക്ക് ഓരോ പേര് വിളിക്കാം, ചിന്നു മിന്നു എന്നൊക്കെ അല്ലേ, അങ്ങനെ വല്ലതും ഒക്കെ ഇട്ടാൽ. അല്ലാതെ ഇപ്പോൾ എന്നാ പേരാണ് പറയുന്നത് ഇതിനൊക്കെ, ഇതെന്നാ ഷേപ്പാന്നൊക്കെ ആർക്കറിയാം. ഇതിങ്ങനെ മുന്താണി ഇതിൻ്റെ കാണിക്കാവേ. മുന്താണി ഇങ്ങനെ, ഇത് നല്ല സാരി കേട്ടോ. എനിക്ക് നമുക്ക് ചില സാരികൾ കിട്ടുമ്പോൾ ഭയങ്കര ഹാപ്പിയാവും, സാറ്റിസ്ഫൈഡ് ആവും. കാരണം എനിക്കറിയാം ഈ വിസ്കോസ് ജോർജറ്റ് ഞാൻ ഒത്തിരി ആയിട്ട് റീസ്റ്റോക്കായിട്ടും ഒക്കെ ഒത്തിരി കൊണ്ടുവന്നിട്ടുള്ള ഒരാളാണ്. ഒത്തിരി പേർക്ക് ഇത് ഇഷ്ടമായിരുന്നു എനിക്കറിയാം. പക്ഷേ എല്ലാവർക്കും ഒന്നും വാങ്ങിക്കാൻ പറ്റിയിട്ടില്ല, സാമ്പത്തികം തന്നെ കാര്യം. അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു കാര്യം ഇത്. ഉടുക്കാനേ നല്ല ബോഡി ഷേപ്പൊക്കെ ആയിട്ട് നിൽക്കും, ഒതുക്കം തോന്നിക്കും. ബ്ലാക്കേ ഇതിൻ്റെ പിന്നെ അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് പറയാവേ. ഡെസ്പാച്ച് ഒരു ഇച്ചിരി ലേറ്റ് ആവും കേട്ടോ. നേവി ബ്ലൂ ഡിസൈൻ വേറെ, ബ്ലൗസ് ഇത്. ഇനി മുമ്പ് ഞാനൊരു സാരി കാണിച്ചില്ലേ, അതിൻ്റെ ഒരു കളർ കാണാതെ അടിയിലിരിക്കും വരുന്നേ. ഒരു കളറും കൂടെ ഉണ്ട്, ആദ്യം കാണിച്ചില്ലേ, രണ്ടാമത് കാണിച്ച സാരി. നല്ല സുഖം കേട്ടോ. ഈ സാരികളെല്ലാം നിങ്ങൾ വാങ്ങിച്ചോ, ധൈര്യമായിട്ട് വാങ്ങിച്ചോ, ഞാൻ ഗ്യാരണ്ടി. കാരണം എന്നാന്ന് ചോദിച്ചാൽ നല്ല ബോഡിക്ക് എനിക്ക് ഇടുമ്പോൾ തന്നെ തോന്നുന്നു എന്ത് കംഫർട്ടാണ്, നല്ല കംഫർട്ടാണ്. പിന്നെ നമുക്ക് ആ ഫസ്റ്റിലത്തെ കാണിച്ച സാരിയുടെ കാര്യത്തിൽ മാത്രം എനിക്ക് കളർ ബ്ലീഡിങ്ങിൻ്റെ ഒരു ഡൗട്ട്. അതെന്ന് വെച്ചാൽ അതിന് അത്രയും ഡീപ്പ് ഡൈയിങ്ങാണ് നടന്നേക്കുന്നത്. അത് നമ്മൾ ഷാമ്പു വാഷ് ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് ഞാൻ പറയുക. എനിക്കറിയത്തില്ല, നിങ്ങൾക്കൊക്കെ എന്നെ കഴിഞ്ഞ് എക്സ്പെർട്സ് ആണല്ലോ സാരി ഡെയിലി ഉടുക്കുന്ന ആൾക്കാർ. അത്രയും ഡീപ്പ് ഡൈ ആയതുകൊണ്ട് ചിലപ്പം ഫസ്റ്റ് വാഷ് ഷാമ്പു വാഷ് ഒന്ന് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഫസ്റ്റ് കാണിച്ച ചുങ്കിടി പ്രിൻ്റുള്ള സാരി അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലെ ഒരു അറ്റം ഇങ്ങനെ ഒന്ന് പിടിച്ച് നോക്കിയിട്ട് വെള്ളത്തിനൊന്നേ നോക്കിയിട്ട് കളർ അളകുന്നില്ലെങ്കിൽ അത്ര അളകുന്ന അല്ല, അത് അത്ര അളകുന്നതല്ല, ഷിഫോണല്ലേ. ഷിഫോൺ എന്ന് പറഞ്ഞാൽ നല്ല ജോർജറ്റിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇതൊന്നും ജോർജറ്റ്, ഇത് ഷിഫോൺ അല്ല കേട്ടോ, ഇത് ജോർജറ്റാണ്. ഇതിന് മുന്നേ കാണിച്ച ആ പല ഡിസൈൻ
ഉള്ളതില്ലേ, ജോർജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കാണിച്ചില്ല, അതിൻ്റെ കോപ്പിയാണ്. അതും ജോർജറ്റാണ് കേട്ടോ, ഷിഫോണല്ല. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറയാൻ വന്നതെന്നു ചോദിച്ചാൽ ഡെസ്പാച്ചിന് ഒരു 4 ദിവസം ലേറ്റ് ആവും. അതായത് ഇന്ന് നിങ്ങൾ ബുക്ക് ചെയ്താൽ, നിങ്ങൾ എന്ന് ബുക്ക് ചെയ്യുന്നോ അന്ന് തൊട്ട് 4 ദിവസം ലേറ്റായിട്ട് ഡെസ്പാച്ച് നടക്കുള്ളൂ. സാധാരണ ഇന്ന് ബുക്ക് ചെയ്താൽ നാളെ രാവിലെ 8 മണി വരെ ഉള്ള ബുക്കിങ് നാളെ തന്നെ അയക്കുക ചെയ്യുന്നത് പതിവായിട്ട്. ഇതിന് മാത്രം ഇച്ചിരി ഒരു ഡിലേ ഉണ്ട്. ഇനി അത്യാവശ്യക്കാർ വല്ലവരും ഉണ്ടെങ്കിൽ, അത്യാവശ്യക്കാർ പറയാവുള്ളൂ, എല്ലാവരും ഇപ്പോൾ അത്യാവശ്യക്കാർ വല്ലതും ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ അയച്ചു തരാം. എന്നാലും ഒത്തിരി ഒന്നും ലേറ്റ് ആയിട്ടില്ല. ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത് ചിലപ്പോൾ അതിന് മുന്നേ അയക്കും കേട്ടോ. നമുക്ക് ഇതിൻ്റെ കെട്ടുകൾ ഇനിയും വരാനുണ്ട്, അതുകൊണ്ട് സ്റ്റോക്കിൻ്റെ ഇത് മൊത്തം വന്നിട്ടേ അയക്കൽ തുടങ്ങുന്നുള്ളൂ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അത്യാവശ്യമുള്ളവർക്ക് ഉള്ള സ്റ്റോക്കിനകത്തുനിന്ന് എടുത്തയച്ചു തരാം. അപ്പം നമുക്ക് വാട്സപ്പ് കോഡ് വഴിയല്ല, വാട്സപ്പ് മെസ്സേജ് വഴിയാണ് ബുക്കിംഗ് കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾ ക്യാഷ് അടയ്ക്കണം. ബുക്ക് ചെയ്തിരിക്കുന്നു, എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് പോയാൽ ഒരിക്കലും ബുക്കിംഗ് ആവില്ല. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഒത്തിരി പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്, ഇതുപോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും, പിന്നെ എന്താ പറയുന്നത്, ബുട്ടീക്ക് ഐറ്റംസ്, ബുട്ടീക്ക് സാരീസ്, പിന്നെ ഈ പറയുന്ന പോലെ ടീച്ചേഴ്സിന് പറ്റിയ സാരീസ്, പ്രൊഫഷണൽസിന് പറ്റിയ സാധനങ്ങൾ, ചുരിദാർ സെറ്റ് എല്ലാം കാണിക്കാം കേട്ടോ. താങ്ക് യു.